എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനെ. ഞാനിതുവരെ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, T20. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായത്, അപ്പോൾ ആ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഒരു പ്ലെയർ, കേരളത്തിലെ ഒരു ക്രിക്കറ്റ് താരത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾക്ക് വേണ്ടാത്ത ഇത് കേൾക്കേണ്ടി വന്നു, അപവാദം കേൾക്കേണ്ടി വന്നു. സഞ്ജു സാംസൺ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ കണ്ടത് സഞ്ജു സാംസൻ്റെ ഒരു സെഞ്ചുറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത. അപ്പോൾ അവർ പറഞ്ഞെന്താ അറിയോ, സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചു, പക്ഷേ വെറും ഒരു 96 റൺസ് കുറവായിരുന്നു. എത്രമാത്രം ട്രോൾ ചെയ്തു ആ ഒരു പാവം പ്ലെയറിനെ. പക്ഷേ എല്ലാവർക്കും ഒരു ദിവസമുണ്ടാവും എന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാം എത്ര തള്ളി പറഞ്ഞാലും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അവന് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്, അവൻ്റെ മാത്രമായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 10 തെറ്റുകൾ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ 5 തെറ്റുകൾ കാണുമ്പോഴേക്കും നമ്മൾ ആ മനുഷ്യനെ ഇടിച്ചു താഴ്ത്തി വളരെയധികം മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഇടിച്ച് താഴ്ത്തുകയും ചെയ്യുന്ന, പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവണത നമ്മളിലൊക്കെ ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു സമയം നന്നാകുമ്പോൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം അത്രയും കൂടുതൽ കിട്ടുന്ന ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു കഴിവ് തുറന്നു കാണിക്കും. ഇന്ന് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരം വളരെ നിർണായകമായിരുന്നു. സാധാരണ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെ പോലെ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന പേരിൽ എനിക്ക് വളരെ അഭിമാനം തരുന്ന ഒരു കളി കൂടിയായിരുന്നു ഇത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ ഫീൽഡിങ് ചെയ്യുകയും അതേപോലെ തന്നെ ഇത് ബാറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തീർച്ചയായും ഇവിടെ വെസ്റ്റ് ഇൻഡീസ് നല്ലൊരു സ്കോറ് ഉണ്ടാക്കുകയും ചെയ്തു. ആ ഒരു സമയത്താണ് നമ്മുടെ പ്ലേയേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നത്. നമ്മുടെ ഫീൽഡിങ്ങും പറഞ്ഞത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു രീതിയിൽ ആയിരുന്നില്ല. അപ്പോൾ വെറും 20 ഓവറിലെ കളിയാണിത്. പണ്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ, ഓരോ ഇന്നിങ്സൊക്കെ ആയിട്ട് വൺ ഡേ മാച്ച് മാത്രമേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വളരെ സ്ലോ ആയിട്ട് 5 ദിവസത്തെ കളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഓരോ ഇന്നിങ്സ് ഒരു ഇത് കഴിഞ്ഞിട്ട് അടുത്ത കളി കളിക്കുന്നു, പിന്നെ അവർ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ കളിക്കുന്നു. അങ്ങനെ ഒരു 5 ദിവസത്തെ കളിയൊക്കെ കണ്ടിട്ട് കളി മടുത്തവർ. കാരണം കളി പഠിക്കാൻ ഒരു പക്ഷേ അത് വളരെ ഉപകാരപ്രദമാകും, സ്ലോ സ്റ്റഡി. വൺ ഡേ മാച്ച് ആകുമ്പം നമുക്കത് സാധ്യമല്ല അല്ലേ. അത്രയും ചുരുങ്ങിയ ഓവറിനുള്ളിൽ കളി പഠിക്കാൻ നമുക്ക് സമയമില്ല. ഉള്ള കഴിവുകൾ പുറത്തെടുത്തിട്ട് നമ്മുടെ ഏറ്റവും മാരകമായ ആയുധങ്ങളൊക്കെ പുറത്തെടുത്ത് ജയിക്കുന്ന ഒരു രീതിയായിരുന്നു ഈ ഒരു വൺ ഡേ മാച്ച്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാണാൻ തുടങ്ങിയത് T20 ആണ്. 20 ഓവറിലാണ് നമ്മുടെ എല്ലാ കളി. അപ്പോൾ അതൊക്കെ വളരെ ചുരുങ്ങിയ സ്കോറായിരുന്നു ഇത്രയും കാലം വന്നിരുന്നത്. പക്ഷേ ഇപ്പം അതും ഏറ്റവും മഹത്തരമായി മാറി. ഒരു വ്യക്തിക്ക് തന്നെ, ഒരു ബാറ്റ്സ്മാന് തന്നെ സെഞ്ചുറി വരെ അടിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അത്രയും വലിയ സ്കോറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതൊക്കെ ഒരു ഭാഗ്യത്തിന് കളിയാവും. എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കളിക്കാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ ക്രിക്കറ്റ് മാച്ച് കേരളത്തിൽ വെച്ചപ്പം ആ ടീമിലുള്ള സഞ്ജു സാംസണ് കളിക്കാൻ അവസരം കൊടുത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. പക്ഷെ വളർന്നു വരുന്ന ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കണമായിരുന്നു. പക്ഷേ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. പലപ്പോഴും കിട്ടിയ അവസരങ്ങളൊന്നും വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചില്ല. തുടർച്ചയായിട്ട് പല മാച്ചിലും ഒരു 2 ഫിഗർ വരെ ഒപ്പിക്കാൻ പ്രയാസമായി തോന്നി. കഴിഞ്ഞ കളിയിലാണ് ആദ്യമായിട്ട് 34 റൺസ് അടിച്ച്, പക്ഷേ നല്ലൊരു തുടക്കം കൊടുക്കാൻ പറ്റി. തുടർന്ന് കളിക്കുന്ന ആളുകൾക്കൊരു പ്രചോദനം നൽകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റി. ഒരുപക്ഷെ ആ നല്ലൊരു തുടക്കം കിട്ടിയതുകൊണ്ട് ഈ ടീം ഒരുപാട് മുന്നിലോട്ട് കയറിപ്പോയി. ഒരുപാട് നല്ല കളി കാഴ്ചവെക്കാൻ സാധിച്ചു.
നമുക്ക് ആ കളി ജയിക്കാനും അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി എന്ന് പറഞ്ഞാൽ സെമി ഫൈനൽ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റി. അപ്പം ഇന്ന് സഞ്ജു സാംസൻ്റെ ദിവസമായിരുന്നു. ദൈവം ഒരുപാട് അദ്ദേഹത്തിനോട് കനിഞ്ഞ ദിവസമായിരുന്നു. ഇത്രയും കഴിവുള്ള ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കളിക്കാരന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സമയം നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാഡ് ലക്ക് കൊണ്ട് ആ ഒരു കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണം ഇതുവരെ സംഭവിച്ചിട്ടുണ്ടാവുക. എങ്കിൽ ദൈവം കനിഞ്ഞു തുടങ്ങി. ഇന്ന് സഞ്ജു സാംസൻ്റെ ദിവസമായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ ജയിപ്പിച്ച് ഒരു കൂറ്റൻ സ്കോറ് മറികടന്ന് അതിനെ കരസ്ഥമാക്കി. വെസ്റ്റ് ഇൻഡീസിൻ്റെ നല്ലൊരു സ്കോറിനെ മറികടന്നിട്ട് ഇന്ത്യയെ ജയിപ്പിച്ചു. 97 നോട്ട് ഔട്ട് എന്നുള്ള വലിയൊരു ഫിഗർ തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയത്. നല്ലൊരു സ്കോറാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 4 അടിച്ച വ്യക്തി ഇപ്പോൾ ഈ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ 4 അടിക്കാൻ ഈ ടൂർണമെൻറ്റിൽ ഈ ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് സാധിച്ചു. ആ അവസ്ഥയിൽ വരെ എത്തിക്കഴിഞ്ഞു. കാരണം ഒന്ന് സമയമാണ്. ഇപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ചിലപ്പോഴൊക്കെ നമുക്ക് പരാജയം സംഭവിക്കുമ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല പരാജയങ്ങളും നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സാകെ മുരടിച്ചു പോകും. പക്ഷേ അങ്ങനെ ചെയ്യാതെ പിന്നെയും പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാനാവൂ. ഇന്ന് സഞ്ജു സാംസണായിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയപ്പം അതിനിടയ്ക്ക് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഞാൻ ടീമിലുണ്ടെങ്കിലും മാച്ച് കളിക്കാതിരുന്ന നോൺ പ്ലേയിങ് അല്ലേ ആയിട്ട് ആ ലിസ്റ്റിൽ പെട്ടിരിക്കുമ്പോഴും ഞാൻ ബാറ്റിംഗ് ചെയ്യുമായിരുന്നു. പിന്നെ പലരുടെയും കളി ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ബൗളിംഗ് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റഡി ചെയ്യുന്ന ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്നപ്പം ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എന്ന ക്രിക്കറ്റർ ഇന്ത്യൻ ടീമിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഡ്യൂട്ടി എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻ്റ്, എവിടെ ഞാൻ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, ആരായി നിൽക്കണം, അത് മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിച്ചു. വലിയൊരു സ്കോറോട് കൂടി, ഒരു കൂറ്റൻ സ്കോറോട് കൂടി ഇന്ത്യയെ ഈ വലിയൊരു നമ്മളെല്ലാം പെട്ടുപോകുന്നൊരു കളിയായിരുന്നു അതിനെ രക്ഷപ്പെടുത്തി എത്തിച്ചു. ഇന്ത്യയെ വൻ സ്കോറിൽ ഉള്ള ഒരു കളിയിൽ നിന്ന് അത്രയും അതിവിദഗ്ധമായി ബാറ്റ് ചെയ്ത് വളരെ ശാന്തമായിട്ട് വളരെ ശാന്തചിത്തതയോടുകൂടി സ്കോർ ചെയ്തിട്ട് അദ്ദേഹം നമ്മളെ എത്തിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ ചിലപ്പോൾ തോറ്റുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂരമ്പുകൾ അല്ലേ അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും ഒരുപക്ഷെ നമ്മൾ തളർന്നു പോയി എന്ന് വരാം. ഈ തളർച്ച ഒരുപക്ഷെ നമ്മളെ എവിടെ എത്തിക്കുന്നില്ല. അതേസമയം നിന്നിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മുടെ ആത്മവിശ്വാസം ഏറ്റവും ഉറച്ചതാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ശാന്തതയോടെ പെരുമാറുക. കാരണം നമുക്കറിയാം നാം ഒരു സാധാരണക്കാരനല്ല, നമുക്കത് ചെയ്യാൻ സാധിക്കും എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. സഞ്ജു സാംസൺ ഇന്നത് ചെയ്ത് കാണിച്ചു. സഞ്ജു സാംസൺ എന്നത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ആ കളി കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ കളിക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു പ്രചോദനം തോന്നി. കാരണം ഇത്രയും ട്രോളിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത്, ഇത്രയും അദ്ദേഹത്തിന് ആളുകൾ ട്രോൾ ചെയ്യുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും ആത്മവിശ്വാസം കളയാതെ, കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്തിരിക്കും, അത് വളരെ ശാന്തതയോടെ ചെയ്യുകയും. അപ്പോൾ അവിടുന്ന് ഓരോ സ്ട്രോക്ക് നമ്മൾ കണ്ടാലറിയാം, ഓരോ ഷോട്ട് കണ്ടാലറിയാം, അത്രയും ആത്മവിശ്വാസം പുരിക്കുന്ന രീതിയിൽ ചെയ്ത് ഇന്ത്യയെ രക്ഷിച്ചു, വിജയിപ്പിച്ചു. അപ്പം നമ്മളിൽ ആ കഴിവുണ്ട് എന്ന്, ആ കഴിവിൽ നമ്മൾ പൂർണ്ണരാണ് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ശക്തിക്കും നമ്മളെ തടയാൻ പറ്റില്ല. നമുക്ക് ജയിച്ചു കയറാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ശത്രു, നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും മിത്രവും. അടുത്ത മിത്രമാരാ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ തോൽപ്പിക്കാനാവൂ. അപ്പോൾ മനസ്സിൽ അത്രയും ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന് കരുതിക്കൊണ്ട് ഏറ്റവും നല്ല പ്ലെയർ, ബെസ്റ്റ് പ്ലെയർ ഞാൻ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യുമ്പം ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഞാനാണ് എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഒരുപാട്
ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. വളരെ വിജയിക്കാൻ പറ്റും. വിജയിക്കുക മാത്രമല്ല, മറ്റുള്ളൊരു മത്സര ബുദ്ധിയോട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനത്തെത്താൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം കൈമുതലായി ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരുന്നാൽ. എല്ലാവർക്കും ഞാനൊരു നല്ല ദിവസം നേരുന്നു, നല്ല ഭാവി നേരുന്നു. എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളൊരു വാക്കിൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങളുടെ സ്വന്തം സുരേഷ് പുന്നൂർ, പൂനെ, സൈനിങ് ഓഫ്.